ഹായ്, വെൽക്കം ബാക്ക്. ഡ്രിപ്പ് ഇറിഗേഷൻ ബേസിക്സിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇതിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി ഫിൽട്രേഷൻ സിസ്റ്റം, അതിനെപ്പറ്റിയാണ്. ഏതൊരു സൂക്ഷ്മ ജലസേചനം, ഡ്രിപ്പ് ഇറിഗേഷൻ, മൈക്രോ ഇറിഗേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഫിൽട്രേഷൻ സിസ്റ്റം. അപ്പോൾ ഈ ഫിൽട്രേഷൻ സിസ്റ്റം സാധാരണയായിട്ട് പ്രൈമറി ഫിൽറ്റേഴ്സ്, സെക്കൻഡറി ഫിൽറ്റേഴ്സ്, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം, നമുക്ക് കിട്ടുന്ന എല്ലാ ജലവും ശുദ്ധമല്ല. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ പർപ്പസിന്, ഇപ്പോൾ ഇറിഗേഷൻ പർപ്പസിന് നമുക്ക് ചില സമയങ്ങളിൽ വീട്ടിലെ കാര്യം നനയ്ക്കുകയാണെങ്കിൽ മുനിസിപ്പൽ വാട്ടർ നമുക്ക് ലഭ്യമാണ്. നമുക്കതുപോലെ കിണറിലെ വെള്ളം ലഭ്യമാണ്. നമ്മുടെ അടുത്ത് തോടോ അല്ലെങ്കിൽ പുഴയോ ഉണ്ടെങ്കിൽ അതിലത്തെ വെള്ളം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചെറിയ ചിറ ഉണ്ടെങ്കിൽ ചിറയിലെ വെള്ളം കിട്ടും. കുഴൽ കിണറിലെ വെള്ളം, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഓരോ ജലത്തിനും പല രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതുപോലെ ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ്, ആൽഗെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിലുണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് എടുത്താൽ മാത്രമാണ് ഒരു ഇറിഗേഷൻ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. കാരണം ഡ്രിപ്പേഴ്സിന് ഒരു പരിധിയിൽ കൂടുതൽ ഇമ്പ്യൂരിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അത് ക്ലോഗ് ആവും. അപ്പോൾ അങ്ങനെ ഓരോ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനും അതിൻ്റേതായ ഒരു ഫിൽട്രേഷൻ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ അനിവാര്യമാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടേക്കണ പല കസ്റ്റമേഴ്സും ചില സമയത്ത് ഇതിൻ്റെ ചിലവ് കൂടുതലുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ അത് വേണ്ട എന്ന് പറയും. പക്ഷേ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ദീർഘനാളത്തെ ഉപയോഗത്തിന് തന്നെയാണ് നമ്മളത് വേണ്ടാന്ന് പറയുന്നതിലൂടെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രൈമറി ഫിൽറ്റേഴ്സിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ് ഒന്ന് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റേഴ്സ് എന്ന് പറയും. ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച്, ഇപ്പോൾ നമ്മുടെ കുഴൽക്കിണറിൽ നിന്ന് വരുന്ന ജലത്തിലും ചിലപ്പോൾ നമ്മുടെ തോടുകളിലൂടെ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ മണലിൻ്റെ തരികളുണ്ടാവും. ആ തരികളെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി, വെയിറ്റ് കൂടിയ സാധനങ്ങൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ കറക്കിയിട്ട് ആ സെപ്പറേഷൻ നടത്തുന്നതിനെയാണ് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റേഴ്സ് എന്ന് വയ്ക്കുന്നത്. ഇത് ആദ്യ ഭാഗങ്ങളിലാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജലമെടുക്കുന്നത് ഒരു ചിറയിൽ നിന്നായിരിക്കട്ടെ അല്ലെങ്കിൽ പുഴയിൽ നിന്ന്, എവിടെയോ പായൽ പോലത്തെ ആൽഗെ, അങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെ ആവശ്യം വരും. സാൻഡ് ഫിൽറ്റേഴ്സ് നമ്മൾ സാൻഡ് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ കിടത്തി വിട്ട് ഫിൽറ്റർ ചെയ്ത് നമ്മളെടുക്കും. അങ്ങനെ ഹൈഡ്രോസൈക്ലോൺ, സാൻഡ് ഫിൽറ്റേഴ്സ് എന്നുള്ള രണ്ട് ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം പല പല കമ്പനികളുടെ അനുസരിച്ച് പല ഷേപ്പിലും പല ഡിസൈനുകളിലും ഉണ്ട്. ഇതിന് ശേഷം ആണ് നമ്മുടെ സെക്കൻഡറി ഫിൽറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ വളരെ നല്ല ശുദ്ധമായ ജലമാണ് നമ്മൾ ഇറിഗേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് സെക്കൻഡറി ഫിൽറ്റേഴ്സ് ഉപയോഗിക്കാറുള്ളൂ. സെക്കൻഡറി ഫിൽറ്റേഴ്സിൻ്റെ ഗണത്തിൽ വരുന്നതാണ് സ്ക്രീൻ ഫിൽറ്റേഴ്സും ഡിസ്ക് ഫിൽറ്റേഴ്സും. അപ്പോൾ പക്ഷേ നമ്മൾ പ്രൈമറി വയ്ക്കുവാണെങ്കിൽ പ്രൈമറിക്ക് ശേഷവും സെക്കൻഡറി ഫിൽറ്റേഴ്സ് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും എലമെൻറ്റ്സ്, തരിയോ സാൻഡ് ഇതോ കിടന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരവസരവും, അതല്ലാതെ കയറി വരുന്ന ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു അവസരമോടെ നമ്മൾ സിസ്റ്റത്തിന് കൂടുതൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ സ്ക്രീൻ ഫിൽറ്ററും ഡിസ്ക് ഫിൽറ്ററും തമ്മിൽ എന്താണെന്ന് വ്യത്യാസം പലരും ചോദിക്കാറുണ്ട്. ഡിസ്ക് ഫിൽറ്റർ കുറച്ചുകൂടെ സ്റ്റഡിയാണ്. ഉപയോഗിച്ചിരിക്കുന്ന പോളിപ്രോപ്പിലിൻ ഡിസ്ക്കാണ് ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ സെയിം സൈസിൽ കൂടുതൽ വോളിയം ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡിസ്ക് ഫിൽറ്ററിനുണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ SS-ൻ്റെ ഒരു മെഷ്, അതിലേക്കൂടെ വെള്ളം കടന്നു പോകുമ്പോൾ അത് ഒരു ഫിസിക്കൽ ബാരിയറായിട്ട് നിന്ന് തടയുന്നതിനെയാണ് സ്ക്രീൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനും ഡിസ്ക്കും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ പല കമ്പനികൾ പല രീതികളിലാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില കമ്പനികൾ മെഷ് സൈസുകൾ പറയും, ചില കമ്പനികൾ മൈക്രോൺ സൈസ് പറയും. അതായത് മെഷ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ഇഞ്ചിൽ എത്ര തുളകളുണ്ട് എന്നുള്ളതിനെയാണ്. ഇപ്പോൾ 80 തുളയുള്ളൂവെങ്കിൽ അതിലൂടെ കുറച്ചുകൂടെയും വലിയ പാർട്ടിക്കിൾസ് കടന്നു പോകും. അതിൽ 200 തുളയുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടെയും ചെറിയ പാർട്ടിക്കിൾസാണ് കടന്നു പോകുള്ളൂ. മൈക്രോൺ സൈസിൽ പറയുമ്പോൾ ഇത് ഏറ്റവും മൈക്രോൺ സൈസ് കുറവാകുന്നു അത്രയും ചെറിയ പാർട്ടികളാണ് അതിൻ്റെ ഉള്ളിൽ കടന്നു പോകുള്ളൂ എന്നാണ് അർത്ഥമാക്കുന്നത്. സത്യം പറഞ്ഞാൽ രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതിൻ്റെ ഒരു ടേബിൾ ഞാൻ അതിൻ്റെ താഴെ പിൻ ചെയ്യാൻ നോക്കാം. ഇതാണ് ഫിൽറ്റേഴ്സ്. അപ്പോൾ പ്രൈമറി ഫിൽട്രേഷൻ വേണം, സെക്കൻഡറി ഫിൽട്രേഷൻ വേണം. ആവശ്യം വളരെ ജലത്തിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതാണെങ്കിൽ മാത്രമാണ് നമ്മൾ സെക്കൻഡറി ഫിൽറ്റർ മാത്രം വെച്ച് സിസ്റ്റം റൺ ചെയ്യാമുള്ളൂ. അപ്പോൾ ഈ ഒരു ഇറിഗേഷൻ സിസ്റ്റം നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഇറിഗേഷൻ എക്സ്പേർട്ട് വന്ന് ഈ വർക്ക് ചെയ്യുമ്പോഴോ ജലത്തിൻ്റെ സ്രോതസ് അനുസരിച്ച് അവരെ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വെക്കാനുള്ള കാര്യങ്ങൾ ആ ഡിസൈനിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. അത്
എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ